മലയാള സിനിമ കണ്ട കരുത്തുറ്റ 10 മലയാളം സ്ത്രീ കഥാപാത്രങ്ങൾ. തുലാഭാരതത്തിലെ വിജയയും വത്സലയും. KPCയുടെ നാടകം അതേ പേരിൽ സിനിമയാക്കിയപ്പോൾ വിജയായി ശാരദയും വത്സലയായി ഷീലയും തകർത്തഭിനയിക്കുകയായിരുന്നു. 1968 മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി തടിപാർത്തി സരസ്വതി ദേവി എന്ന ഉർവശി ശാരദ മലയാളത്തിന്റെ ദുഃഖപുത്രിയായി മാറുകയും ചെയ്തു. കള്ളിച്ചെല്ലമ്മയിലെ ചെല്ലമ്മ. ജി വിവേകാനന്ദ നോവൽ അതേ പേരിൽ സിനിമയാക്കിയപ്പോൾ നായികയാകാനുള്ള ഭാഗ്യം ഷീലയ്ക്കായിരുന്നു. ചെല്ലമ്മയുടെ അതിമോഹവും ആഗ്രഹവും ദൗർഭാഗ്യവുമൊക്കെ അബ്രപാളിയിൽ ഒരു കവിത പോലെ കുറിച്ചിടാൻ ചെല്ലമ്മ എന്ന ഷീലയുടെ കഥാപാത്രത്തിനായി. എന്നിടത്താണ് സിനിമയ്ക്കും സിനിമയിലെ സ്ത്രീക്കും പ്രാധാന്യം കൈവന്നത്. നഖക്ഷതങ്ങളിലെ ഗൗരി എന്ന മോനിഷ. MDയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് 1986 പ്രദർശനത്തെത്തിയ നഖക്ഷതങ്ങളിലെ ഗൗരി തുടക്കക്കാരിയുടെ ഭ്രമം ഏതുമില്ലാതെ ഭദ്രമാക്കിയ മോനിഷൻ നടിയെ തേടി അക്കൊല്ലത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരവുമെത്തി. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സിനിമയിൽ പ്രശസ്തിയിലേക്ക് ഉയരുന്ന വേളയിലുണ്ടായ കാർ അപകടത്തിൽ മോനിഷ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. ആരണ്യകത്തിലെ അമ്മിണി. 1988 MDയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ആരണ്യകത്തിൽ അമ്മിണിയായി അഭിനയിച്ച ദലീമയുടെ എക്കാലത്തെയും മികച്ച പ്രകടനങ്ങളൊന്നായിരുന്നു ആവേശം. തൂവാനത്തുമ്പികളിലെ ക്ലാര. 1987 മലയാളിയുടെ ഗൃഹാതുരതയിലേക്ക് പത്മരാജൻ കോറിയിട്ട ക്ലാര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുമലത എന്ന നടിയെ മലയാളി എന്നും ഓർമ്മിക്കാൻ മഴയുടെ പദനിസ്വനം പിന്നാമ്പുറമാക്കിയ ആ ഒരൊറ്റ ഫ്രെയിം മാത്രം മതി. ദേവാസുരത്തിലെ ഭാനുമതി. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ഫ്യൂഡൽ മാടമ്പിക്കുന്നവരെ തന്റെ ഉള്ളിലുമുണ്ട് ചില ചെറിയ വിജയങ്ങൾ കൊതിക്കുന്ന മനസ്സെന്നുറക്കെ പറഞ്ഞ് ചിലങ്ക വലിച്ചെറിഞ്ഞ ഭാനുമതിയെ മറക്കാൻ മലയാള സിനിമയുള്ളിടത്തോളം കഴിയുമോ? കന്മദത്തിലെ ഭാനു. പരുക്കൻ ഗ്രാമീണ യുവതിയുടെ വേഷപ്പകർച്ചയിൽ ഭാനുവായി മഞ്ജു വാര്യർ നിറഞ്ഞാടിയ കഥാപാത്രം മലയാളിയുടെ നായികാ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ ഒന്നായിരുന്നു. ആ വേഷപ്പകർച്ച ഒന്നുകൊണ്ട് തന്നെ കന്മദം എന്ന ചിത്രവും മഞ്ജു വാര്യർ എന്ന നടിയേക്കാൾ ഭാനു എന്ന കഥാപാത്രവും മലയാളിയുടെ മനസ്സിൽ എന്നും ജീവിക്കും. 22 ഫീമെയിൽ കോട്ടയത്തിലെ ടെസ്സ കെ എബ്രഹാം. ചതിക്കുത്തരം മുറിപ്പത്തലല്ല മുറിച്ചു മാറ്റലാണെന്ന് മലയാള സിനിമയിൽ കാണിച്ചു തന്ന ടെസ്സയെ സ്ക്രീനിൽ അനുഭവവേദ്യമാക്കിയ റീമ കല്ലിങ്കൽ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളായി 22 ഫീമെയിൽ കോട്ടയത്തിൽ പകർന്നാടിയിരിക്കുന്നു. ഉള്ളൊഴുക്കിലെ ലീലാമ്മയും അഞ്ജുവും. മകനു വേണ്ടി ജീവിക്കുന്ന അമ്മയായ ലീലാമ്മയായി ഉർവശിയും തനിക്ക് വേണ്ടി കൂടി ജീവിക്കുന്ന അഞ്ജു എന്ന ആധുനിക കാലത്തിന്റെ മരുമകളായി പാർവതിയും മത്സരിച്ചഭിനയിച്ചപ്പോൾ മലയാളം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച 2 കഥാപാത്രങ്ങൾ പിറവിയെടുത്തു. സിസ്റ്റർ റാണി മരിയയായി മാറിയ വിൻസി അലോഷ്യസ്. മുഖമില്ലാത്തവരുടെ മുഖം എന്ന പേരിൽ സൈസൺ ഔസേഡ് സംവിധാനം ചെയ്ത മൾട്ടിലിംഗ്വൽ ചലച്ചിത്രത്തിലെ നായികയായി വിൻസി അലോഷ്യസ് ലോക സിനിമയിലേക്ക് മലയാള സിനിമയുടെ ജാലകങ്ങൾ തുറന്നിട്ടു.